ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കടന്നു വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹാർലി ഡേവിഡ്സൺ X440 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഹാർലി ഡേവിഡ്സന്റെ ഏറ്റവും ചെറിയ വണ്ടിയാണ്. ഒരു ബേബി ഹാർലിയാണ്. വെറും 440 cc ഉള്ള വണ്ടിയാണിത്. ഹാർലി ഇതുവരെ ഇറക്കിയുള്ളതിൽ ഏറ്റവും ചെറിയ ലോങ് സ്റ്റോക്ക് എഞ്ചിൻ വണ്ടിയാണ് ഇത്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വണ്ടി ഫുൾ LED യൂണിറ്റ്സ് ആണ് കമ്പനി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് റൗണ്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചേമ്പറായിട്ടാണ് നമ്മുടെ ഡിമ്മും ബ്രൈറ്റും കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മീറ്റർ പ്രൊട്ടക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കിൾ ആയിട്ടുള്ള മീറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 43 mm KYയുടെ അപ്സൈഡ് ഡൗൺ UC ഫോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് വൈബ്രയുടെ കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 320 mm ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടയർ സെക്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ 100, 90, 18 MRFന്റെ ടയർസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ടയർ ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് ട്യൂബ്ലെസ് ആണ് ടയർസ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഫുൾ മെറ്റൽ ബിൽഡാണ് ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മെറ്റലാണ്. പിന്നെ ഗ്രേയും ആണോ എന്ന് ചോദിച്ചാൽ ഗ്രേയും അല്ല, ഗ്ലോസി ആണോ എന്ന് വെച്ചാൽ ഗ്ലോസി അല്ലാത്ത ഒരു കളറാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഒരു 13.5 ലിറ്ററിന്റെ ടാങ്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാർലി ഡേവിഡ്സൺ X440 എന്ന് എഴുതിയ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇവിടെ ഗ്രാഫിക്സ് മാത്രം കൊടുത്ത് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല. പിന്നെ ഇവിടെ ഓപ്പൺ ആക്കാനുള്ള ഒരു കീ ഹോൾസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ 440 cc ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹാർലി പ്രത്യേകം ഈ വണ്ടിക്ക് വേണ്ടി ബിൽഡ് ചെയ്തേക്കുന്ന ഒരു എഞ്ചിനാണ്. അല്ലാതെ മറ്റൊരു വണ്ടിയിൽ നിന്ന് മോഷ്ടിച്ചതോ അടിച്ചു മാറ്റി വെച്ചേക്കുന്ന എഞ്ചിനൊന്നുമല്ല. ഈ വണ്ടിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന എഞ്ചിനാണ്. പിന്നെ നമുക്ക് ഇതിൽ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സൈലൻസറിന്റെ പൈപ്പ് പോയേക്കുന്നത് ഇതിലേക്കൂടെ വന്നിട്ട് അതിലേക്കൂടെ ഇതിലേക്കൂടെയാണ് വന്നത്. പിന്നെ ഒരു പോരായ്മ തോന്നുന്നത് ഇതിന് പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നും നമുക്ക് സൈഡിൽ നിന്ന് കല്ല് വല്ലതും അടിച്ചുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വെക്കാം. പിന്നെ ചിലപ്പോൾ ഹാർലി ചിലപ്പം വരും ഭാവിയിൽ ഇതൊരു ആക്സസറി ആയിട്ട് ചിലപ്പം കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു പടുകൂട്ട സൈലൻസർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ സൈലൻസറിന് ഒരു പോരായ്മ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഹാർലിക്ക് വേണമെങ്കിൽ ഇതിനൊരു മോണോഷോക്ക് സസ്പെൻഷൻ കൊടുക്കണം. പക്ഷേ എന്തോ കാരണത്താൽ നമുക്ക് 2 സൈഡിലും ഗ്യാസ് വീൽഡ് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കൊടുത്തേക്കുന്നത് വെച്ചാൽ 17 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് 140 സെഷൻ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതും സ്പെഷ്യലി ബിൽഡ് ഫോർ ഹാർലി ഡേവിഡ്സൺ X440 ആണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ വലിയ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല. നമ്മുടെ ബ്രേക്ക് ലാമ്പും വിത്ത് ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ്, അതിന്റെ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് ഒരു റെസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ സ്പീഡ് കൊടുത്തപ്പോഴത്തേക്കും പുറകിലോട്ട് ആളിങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റ് എല്ലാം ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പില്ലിയൻ ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കാൻ പറ്റുന്ന നമ്മുടെ ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സാരി ഗാർഡ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിംഗിലേക്ക് പറയുകയാണെങ്കിൽ പില്ലിന് നല്ല കംഫോർട്ട് കൊടുക്കുന്ന ഒരു സീറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ പുറകിലോട്ട് ഒരു സപ്പോർട്ട് വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ പുറകോട്ട് മറിയാനുള്ള ടെൻഡൻസി കൊടുക്കുന്നത്. പക്ഷേ റൈഡറിന് നല്ല കംഫോർട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുക. സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമല്ല, നമ്മുടെ സിംഗിൾ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 805 mm സീറ്റ് ഹൈറ്റ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ബെയർ ഫുട്ടായിട്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം കുണ്ടും കുഴിപ്പെട്ട വഴിയെ കൂടെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ 190 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. അത്യാവശ്യം നമ്മൾ ഓടിക്കുമ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പൊക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അതെപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ഈ വണ്ടി നിങ്ങൾ എടുക്കാവും. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മീറ്ററിൽ തന്നെ ഇവിടെ ഹാർലിയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ഹാർലി X എന്ന് പറഞ്ഞ ഒരു നമുക്ക് ലോഗോ ഇവിടെ സ്റ്റാർട്ടായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് സർക്കിൾ ആണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ബോക്സ് ടൈപ്പിലാണ് മീറ്റർ കൊടുത്തേക്കുന്നത്. അതിൻ്റെ നമുക്ക് RPM കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ്, ടൈമും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ മോഡ് സ്വിച്ച് ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് A വരുന്നുണ്ട്. പിന്നെ താഴോട്ട് ഞെക്കുന്നതനുസരിച്ച് ടൈം വരുന്നുണ്ട്. പിന്നെ റിയൽ ടൈം മൈലേജ് നമുക്ക് വരുന്നുണ്ട്. റേഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സർവീസ് ഡ്യൂ, അതിൻ്റെ ഇന്റർവൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ ABS വാണിംഗ് ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡിൻ്റെ വാണിംഗ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഹാർലി ഡേവിഡ്സൺ എന്ന് എഴുതിയേക്കുന്ന ഒരു ഇത് കാണാൻ പറ്റുന്നത് ക്രോം ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്വിച്ചസിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ
എഞ്ചിൻ കിൽ സ്റ്റാർട്ട് എല്ലാം കൂടി ഇൻറ്റിഗ്രേറ്റഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ SOC സേവ് ഓവർ സോളിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ജോയ് സ്റ്റിക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു USB ചാർജിങ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള. ഇത്രയാണ് വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനി വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ഒരു 440cc ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിന്റെ പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 27 PS പവർ അറ്റ് 6000 RPM ആണ്. പിന്നെ നമുക്ക് 38 Nm ടോർക്ക് അറ്റ് 4000 RPM ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഏകദേശം ഒരു മിഡ് റേഞ്ചിലാണ് ഇതിന്റെ പെർഫോമൻസ് എല്ലാം ഇരിക്കുന്നത്. ഒരു 2000 RPM കഴിയുമ്പോൾ തന്നെ ഈ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലിംഗിലേക്കാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗിയേഴ്സിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ബാക്കി ഇരിക്കുന്ന ആൾ ഒരു സൂക്ഷിച്ചിരുന്നില്ല എങ്കിൽ പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഹീറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ലെന്നാണ് ഇത് യൂസ് ചെയ്തവർ പറഞ്ഞേക്കുന്നത്. ലിക്വിഡ് കൂൾഡ് അല്ല എങ്കിൽ പോലും അങ്ങനെ വലിയ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാണ് നമുക്ക് ഇതിന്റെ യൂസേഴ്സിൽ നിന്ന് നമുക്കിത് അറിയാൻ പറ്റിയേക്കുന്നത്. പിന്നെ ഇതിന്റെ വൈബ്രേഷനും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് അങ്ങനെ വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സൈലൻസർ ഇത്ര ഒരു സിമ്പിൾ സൈലൻസർ ആണെങ്കിൽ പോലും ഹാർലിയുടെ ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് സൈലൻസറിന്റെ സൗണ്ട് എങ്ങനെയുണ്ടോ കേട്ട് നോക്കാം. ഐഡിലിംഗില് ഈ സൗണ്ടാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് ആ പൊട്ടൽ കേൾക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ബാസി ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അവരുടെ സിഗ്നേച്ചർ സൗണ്ട് തന്നെ വരുന്ന ഒരു സൈലൻസർ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് കമ്പനി ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പ്രൈസ് എത്രയെന്ന് ചോദിച്ചാൽ 2.76 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് എടുത്ത് പറയേണ്ട കുറച്ച് മോഡേൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ട വണ്ടി ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും. ഗിയറിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ മോഡേൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ 10x10 നാവിഗേഷൻ വരുന്നുണ്ട്. ഇമൊബിലൈസേഷൻ വരുന്നുണ്ട്. വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആന്റി തെഫ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സന്റെ ആപ്പ് വഴി നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ ലൈറ്റിന്റെ ഇന്റിഗ്രിറ്റി എത്രയാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കണമെന്ന് ചോദിച്ചാൽ നല്ല മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ഹാർലി തന്നെയാണ്. ഹാർലി എന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഹീറോ ഇത് മാനുഫാക്ചർ ചെയ്താൽ പോലും ഹാർലിയുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു റെട്രോ ക്ലാസിക് ലുക്കിലാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. അപ്പം അതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കടന്നു വരാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു. നമ്മളിന്നുള്ളത് കോട്ടയത്തെ ജൂബിലി ഹീറോയിലാണ്. അവരുടെ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂമിലാണ്. ഷോറൂം 2.0 നമ്മളിന്നുള്ളത്. നമുക്കിന്ന് ഹാർലി ഡേവിഡ്സൺ തന്ന് സഹായിച്ചത് കോട്ടയത്തെ ജൂബിലി ഹീറോ ആണ്. നമുക്കിത് വണ്ടി ഫ്രീലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഹീറോയുടെ ഏത് മോഡൽസും നമുക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറി എടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാനും പ്രത്യേകിച്ച് റോബിൻ സാറിനോടും വൈശാഖ് സാറിനോടും നമ്മൾ പ്രത്യേകിച്ച് താങ്ക്സ് പറയണം.